കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം 5 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മറ്റു 4 കുട്ടികളെ കൂടി സമാന രോഗലക്ഷണങ്ങളുമായി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നയൻതാര വിവരങ്ങൾ നൽകും. നയൻതാര, എത്രത്തോളം കുട്ടികളിലേക്ക് ഈ രോഗബാധയുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ ഒരു വിലയിരുത്തൽ? എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ? മധു, മലപ്പുറം മുന്നൂർ സ്വദേശിയായ 5 വയസ്സുകാരിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ അത്യപൂർവ രോഗം ബാധിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 3 ദിവസം മുമ്പാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്നത്. അതായത് കുട്ടിക്ക് തലവേദനയും പനിയും വന്നതിനെ തുടർന്ന് അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചു. തുടർന്ന് ആ രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. നിലവിലിപ്പോൾ 4 കുട്ടികൾ കൂടി, കുട്ടിയുടെ ബന്ധുക്കൾ തന്നെയായ 4 കുട്ടികൾ കൂടി ഇവിടെ സമാന ലക്ഷണങ്ങളുള്ള കുട്ടികൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കുട്ടിയുടെ ബന്ധു ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു രോഗം, എങ്ങനെയാണ് ഈ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കി കുട്ടിയെ ചികിത്സയ്ക്ക് എന്ത് ലക്ഷണമാണ് ആദ്യം കുട്ടിക്ക് വന്നത്? ആദ്യം കുട്ടിക്ക് കണ്ടത് പനി, ജലദോഷം. അതിന് സാധാ പനിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് മരുന്ന് തന്നു. അത് കഴിച്ചിട്ട് സമാധാനമില്ലാതായപ്പോൾ വീണ്ടും കൊണ്ടുപോയി. അത് കഴിച്ചപ്പം കുറവില്ലാതായപ്പോൾ കുട്ടിക്ക് തലവേദന വന്നു. അങ്ങനെ ഞങ്ങൾ ചേളാരി ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ രക്തം ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ടിങ് കുറവാണെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കൊള്ളിന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു. എത്ര ദിവസം മുമ്പ് പുഴയിൽ കുളിച്ചത്? പോയത് 2 ആഴ്ച മുന്നാണ് പുഴയിൽ കുളിച്ചത്. നിലവിൽ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഇവിടുത്തെ ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അന്നൊന്നും പറഞ്ഞില്ല. അന്ന് നേരെ ഇവിടെ കൊണ്ടുവന്ന് നേരെ ICUയിലേക്കാണ് കയറ്റിയത്. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി പിറ്റേ ദിവസം പറഞ്ഞു ഒരു പ്രത്യേക ഇനം പനിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താണ്? അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയാണ്. മരുന്നുമായി ബന്ധപ്പെട്ട് 5 മരുന്ന് കുറിച്ച് തന്നു എന്ന രീതിയിൽ പറയുന്നു. ഒരു മരുന്നില്ല എന്നറിയാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ച് ഡോക്ടേഴ്സ് എന്താ പറയുന്നത്? അതിതുവരെ കിട്ടിയിട്ടില്ല. ഡോക്ടേഴ്സ് ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങളേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചു. ഞങ്ങളേതായിട്ടുള്ള രീതിയിൽ നിന്നും ആ മെഡിസിൻ കിട്ടിയിട്ടില്ല. മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടിക്ക് 6 തരം മരുന്ന് എഴുതി കൊടുത്തു. പക്ഷേ 5 മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മരുന്ന് ഇവിടെ കിട്ടാനില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു മരുന്നുകളെല്ലാം ഡോക്ടേഴ്സ് ഇങ്ങനെ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു മരുന്ന് കിട്ടാനില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 4 കുട്ടികൾ കൂടി ഇത്തരത്തിലൊരു ലക്ഷണം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മുന്നൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്.